നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനം നിയമക്കുരുക്കിൽ. പുതിയ കരാർ നൽകിയത് ചോദ്യം ചെയ്ത വിവിധ കമ്പനികൾ സുപ്രീം കോടതിയിൽ. എംബസിയിലും കോൺസുലേറ്റിലും അടിയന്തര സേവനങ്ങൾ മാത്രം. കുവൈത്തിലും ഓസ്ട്രേലിയയിലും സമാന പ്രതിസന്ധി. തിരിച്ചടികളിൽ നിന്ന് ശക്തമായി കരകയറി യുഎയുടെ എണ്ണ വിപണി. എണ്ണ കയറ്റുമതി 30% വർദ്ധിച്ച് പ്രതിദിനം 39 ലക്ഷം ബാരലിലധികം. 2017 ശേഷമുള്ള റെക്കോർഡ് നിലവാരത്തോടടുത്ത് കയറ്റുമതി. യുഎയിലെ ഏറ്റവും കഠിനമായ വേനൽക്കാലത്തിന് നാളെ തുടക്കം. ജംറത്ത് അൽ ഖൈത്ത് എന്ന ഉഷ്ണതരംഗം നാളെ മുതൽ ഓഗസ്റ്റ് 10 വരെ നീളും. താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഖത്തറിൽ മരവിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ ഫണ്ടിന്റെ ആദ്യഗഡു വിട്ടുകൊടുക്കാൻ ധാരണ. കൈമാറുക $300 കോടി. ഹോർമൂസിന് പകരം ഒമാൻ നിർദ്ദേശിച്ച സമാന്തര പാതയിലൂടെയുള്ള കപ്പൽ സഞ്ചാരം പുരോഗമിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനം നിയമക്കുരുക്കിൽ. സേവനത്തിന്റെ കരാർ പുതിയ കമ്പനിയെ ഏൽപ്പിച്ചത് ചോദ്യം ചെയ്ത ഇട്രാവ്ടെക് എന്ന കമ്പനി സുപ്രീം കോടതിയെയും ഡൽഹി കോടതിയെയും സമീപിച്ചതായാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. അതേസമയം അടിയന്തര സേവനങ്ങൾക്കായി അപേക്ഷകർ നേരിട്ട് എംബസിയിലും കോൺസുലേറ്റിലും എത്തണമെന്ന അധികൃതർ നിർദ്ദേശം നൽകി. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ ഇന്നലെ മുതൽ കോഴിക്കോട് ആസ്ഥാനമായ അൽഹിൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ഏറ്റെടുക്കാനിരിക്കെയാണ് കേസ് വന്നത്. പുതിയ പാസ്പോർട്ട് അപേക്ഷകൾ സ്വീകരിക്കാനുള്ള നടപടികൾ ഒരാഴ്ചയായി ഏതാണ്ട് മുടങ്ങിയ നിലയിലാണ്. അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും നേരിട്ട് പാസ്പോർട്ട് അപേക്ഷകൾ സ്വീകരിക്കും. സേവനങ്ങൾക്കായി അപേക്ഷകർ നേരിട്ട് എംബസിയിലും കോൺസുലേറ്റിലും എത്തണമെന്നാണ് നിർദ്ദേശം. ഇന്നു മുതൽ ഈ സംവിധാനവും നിലവിൽ വന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ടോക്കൺ ഇല്ലാതെ വാക്ക് ഇൻ രീതിയിൽ സേവനങ്ങൾ ലഭ്യമാകും. വർഷങ്ങളായി BLS ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. പുതിയ കമ്പനി ജൂലൈ 1 മുതൽ സേവനം ഏറ്റെടുക്കുമെന്നായിരുന്നു അറിയിപ്പ്. ഇതനുസരിച്ച് ജൂൺ 25 മുതൽ BLS കേന്ദ്രങ്ങൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചു. നിലവിൽ പുതിയ അപേക്ഷകൾ നൽകാൻ സംവിധാനമില്ല. എംബസിയും കോൺസുലേറ്റും നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കും എങ്കിലും അടിയന്തര സ്വഭാവമുള്ളത് മാത്രമാണ് സ്വീകരിക്കുന്നത്. ദിവസം ശരാശരി 3000-ഓളം പ്രവാസികളുടെ പാസ്പോർട്ട് അപേക്ഷകളിൽ നടപടി സ്വീകരിക്കേണ്ട രാജ്യമാണ് യുഎഇ. പുതിയ കമ്പനിയെ കണ്ടെത്താൻ നടത്തിയ ടെൻഡർ നടപടികളെ ചോദ്യം ചെയ്ത് ഇട്രാവ്ടെക് എന്ന കമ്പനി കേന്ദ്ര സർക്കാരിനെതിരെ നൽകിയ കേസ് വാദം കേൾക്കാൻ ഡൽഹി ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. കേസിൽ തീർപ്പ് നീണ്ടുപോയാൽ യുഎഇയിലെ പ്രവാസികളുടെ പാസ്പോർട്ട് സേവനം കൂടുതൽ പ്രതിസന്ധിയിലാകും. NTV അബുദാബി. യുഎഇക്ക് പിന്നാലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങൾ നൽകുന്നതിൽ കുവൈത്തിലും ഓസ്ട്രേലിയയിലും തടസ്സം. സേവന കരാർ നൽകിയിരുന്ന കമ്പനിയിലെ മാറ്റമാണ് സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമായത്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആയിരക്കണക്കിന് പ്രവാസികൾ. യുഎഇക്ക് പിന്നാലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കുവൈത്തും ഓസ്ട്രേലിയയും. BLS ഇന്റർനാഷണലിനു പകരം എംബസി ഔട്ട്സോഴ്സ് സേവനങ്ങൾ ഇനി ഡിജിറ്റൽ ഗ്ലോബൽ ഏറ്റെടുക്കുമെന്ന് കുവൈറ്റ് ഇന്ത്യൻ എംബസി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഭരണപരമായ കാരണങ്ങളാൽ ജൂലൈ 2 മുതൽ ജൂലൈ 4 വരെ അടിയന്തര കേസുകളിൽ മാത്രമാണ് സേവനം ലഭിക്കുകയെന്ന് എംബസി അധികൃതർ വ്യക്തമാക്കി. കോൺസുലർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ എന്നിവയിലാണ് താൽക്കാലിക നിയന്ത്രണം. അടിയന്തര സേവനങ്ങൾ തേടുന്ന അപേക്ഷകർ അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് അറിയിപ്പിൽ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, OCA ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങളും ഇന്നലെ മുതൽ താൽക്കാലികമായി നിർത്തിവച്ചു. രാജ്യത്തുടനീളം ഇന്ത്യൻ സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന VFS ഗ്ലോബൽ കേന്ദ്രങ്ങളിലൂടെയുള്ള അപേക്ഷാ നടപടികളാണ് നിർത്തിയത്. ഇതോടെ പാസ്പോർട്ട് പുതുക്കൽ, പുതിയ പാസ്പോർട്ട് അപേക്ഷ തുടങ്ങിയ സേവനങ്ങൾ ആവശ്യമായവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതേസമയം അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമുള്ളവർ ഹൈക്കമ്മീഷന്റെയും ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ കോൺസുലേറ്ററുകളുടെയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പിന്തുടരണമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ സേവന ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിന്റെയും ഭരണപരമായ നടപടിക്രമങ്ങളുടെയും ഭാഗമായിരിക്കാം ഇതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് NTV. ഖത്തറിൽ മരവിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ ഫണ്ടിന്റെ ആദ്യഗഡു വിട്ടുകൊടുക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായതായി രാജ്യാന്തര മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ദോഹയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് $300 കോടി കൈമാറാൻ അന്തിമ തീരുമാനമായത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ നിർദ്ദേശിച്ച സമാന്തര പാതയിലൂടെയുള്ള കപ്പൽ സഞ്ചാരം പുരോഗമിക്കുകയാണ്. ഇറാന്റെ അംഗീകാരമില്ലാതിരുന്നിട്ടും എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ പുതിയ പാതയിലൂടെയാണ് ഹോർമുസ് കടക്കുന്നത്.
ഖത്തറിൽ മരവിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ ഫണ്ടിന്റെ ആദ്യഘട്ട് വിട്ടുകൊടുക്കാനാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായത്. ഈ തുക നേരിട്ട് പണമായി ഇറാന് കൈമാറില്ല എന്ന് പ്രാദേശിക വൃത്തങ്ങൾ വ്യക്തമാക്കി. പകരം ഇറാൻ സെൻട്രൽ ബാങ്കിന് മാനുഷിക പരിഗണനയിലുള്ള അവശ്യവസ്തുക്കളും ഉൽപ്പന്നങ്ങളും വാങ്ങാൻ മാത്രമേ ഫണ്ട് വിനിയോഗിക്കൂ. കൂടാതെ തുകയുടെ ഒരു നിശ്ചിത വിഹിതം അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി നീക്കിവെക്കേണ്ടി വരുമെന്നും വ്യവസ്ഥയുണ്ട്. അമേരിക്ക ഇറാൻ ധാരണാപത്രം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം, മരവിപ്പിച്ച ഇറാന്റെ സാമ്പത്തിക ആസ്തികൾ, ലബനനിലെ വെടിനിർത്തൽ എന്നിവയാണ് ചർച്ചയിലെ പ്രധാന അജണ്ടകൾ. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനിടെ അപകട മേഖലയായി മാറിയ ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ നിർദ്ദേശിച്ച സമാന്തര പാതയിലൂടെയുള്ള കപ്പലോട്ടം തുടരുകയാണ്. ഇറാന്റെ അംഗീകാരമില്ലാതിരുന്നിട്ടും എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ പുതിയ പാതയിലൂടെയാണ് ഹോർമൂസ് കടക്കുന്നത്. 29-ാം തീയതി മുതൽ ഇതുവരെ 21 കപ്പലുകൾ ഒമാൻ പാത ഉപയോഗിച്ചു എന്നാണ് കണക്ക്. ഇതിലൊരു കപ്പൽ ആഴം കുറഞ്ഞ ഭാഗത്ത് മുന്നോട്ട് നീങ്ങാനാവാതെ കുടുങ്ങിയതായി ഇറാൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. രാജ്യാന്തര മാരിടൈം ഓർഗനൈസേഷന്റെ പിന്തുണയോടെയാണ് ഒമാൻ ദൂരക്കുറവുള്ള ഈ പാത തുറന്നത്. ന്യൂസ് ഡെസ്ക് NTV. തിരിച്ചടികളിൽ നിന്ന് ശക്തമായി കരകയറി യുഎയുടെ എണ്ണ വിപണി. യുഎയുടെ എണ്ണ കയറ്റുമതി കഴിഞ്ഞ മാസം ഏകദേശം 30% വർദ്ധിച്ച് പ്രതിദിനം 39 ലക്ഷം ബാരലിലധികമായി ഉയർന്നു. 2017 ശേഷമുള്ള റെക്കോർഡ് നിലവാരത്തോട് വളരെ അടുത്ത തോതിലാണ് ഈ കയറ്റുമതി. ഹോർമൂസ് കടലിടുക്ക് വഴി തന്ത്രപരമായി ഇന്ധന ടാങ്കറുകൾ കടത്തിവിടുകയും കടലിടുക്ക് ഒഴിവാക്കി പോകുന്ന പൈപ്പ് ലൈൻ ഉപയോഗിക്കുകയും ചെയ്തതോടെയാണ് യുദ്ധത്തിനു മുമ്പുണ്ടായിരുന്ന എണ്ണ കയറ്റുമതി നിലവാരം UAE തിരിച്ചുപിടിച്ചത്. ബ്ലൂംബർഗ്, വോട്ടെക്സ, കെപ്ലർ എന്നിവയുടെ ടാങ്കർ ട്രാക്കിംഗ് കണക്കുകൾ പ്രകാരമാണിത്. ഹബ്ഷാൻ മുതൽ ഫുജൈറ പോർട്ട് വരെയുള്ള പൈപ്പ് ലൈൻ ഉപയോഗിച്ചാണ് ഇറാൻ യുദ്ധകാലത്തും UAE ക്രൂഡ് ഓയിൽ വിതരണം തടസ്സമില്ലാതെ നടത്തിയത്. പ്രതിദിനം 18 ലക്ഷം ബാരൽ വരെ എണ്ണ കൊണ്ടുപോകാൻ ഈ പൈപ്പ് ലൈനിന് കഴിയും. കൂടാതെ സ്വന്തം ടാങ്കർ കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ ഗൾഫ് ഓഫ് ഒമാൻ തീരത്തെത്തിച്ച് അവിടെ നിന്ന് മറ്റു കപ്പലുകളിലേക്ക് മാറ്റിയും കയറ്റുമതി തുടർന്നു. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ജൂൺ ആദ്യവാരത്തിൽ UAEയുടെ എണ്ണ കയറ്റുമതി യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന നിലവാരത്തിന്റെ 85%-ത്തിലെത്തിയിരുന്നു. മാർച്ചിൽ ഇത് പ്രതിദിനം 19 ലക്ഷം ബാരൽ മാത്രമായിരുന്നു. വിതരണത്തിലെ കുറവ് നികത്താൻ 4.2 കോടി ബാരൽ ശേഷിയുള്ള സംഭരണ കേന്ദ്രങ്ങളിലെ എണ്ണയും രാജ്യം ഉപയോഗിച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കയറ്റുമതി പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ് രാജ്യത്തിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി ദിബ, ഫുജൈറ, കോർഫക്കാൻ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾ വികസിപ്പിക്കാനും കിഴക്കൻ തീരത്ത് പുതിയ തുറമുഖം നിർമ്മിക്കാനും എണ്ണവാതക കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ പൈപ്പ് ലൈൻ, റോഡ്, റെയിൽ ശൃംഖലകൾ ഒരുക്കാനും UAE ലക്ഷ്യമിടുന്നുണ്ട്. NTV, അബുദാബി. US-ഇറാൻ യുദ്ധത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിച്ചു. ഒമാനിലെ സലാലയിലേക്കും കുവൈത്തിലേക്കുമുള്ള സർവീസുകൾ പൂർണ്ണമായി പുനഃസ്ഥാപിച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. നിർത്തിവച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഒമാനിലെ സലാലയിലേക്കും കുവൈത്തിലേക്കുമുള്ള സർവീസുകൾ പൂർണ്ണമായി പുനഃസ്ഥാപിച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. കോഴിക്കോട് സലാല റൂട്ടിലെ വിമാന സർവീസുകൾ ജൂലൈ 2 മുതൽ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കോഴിക്കോട് കുവൈറ്റ് സർവീസുകൾ ജൂലൈ 3 മുതലും കർണാടകയിലെ ബംഗളൂരുവിൽ നിന്നുള്ള കുവൈറ്റ് സർവീസുകൾ ജൂലൈ 4 മുതലും പുനരാരംഭിക്കും. വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടങ്ങളായി സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. കോഴിക്കോട് സലാല സർവീസ് ആഴ്ചയിൽ 2 തവണ ഉണ്ടാവുമെന്ന് എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ ബഡ്ജറ്റ് എയർലൈൻ അറിയിച്ചു. കോഴിക്കോട് കുവൈറ്റ് സർവീസുകൾ ആദ്യഘട്ടത്തിൽ ജൂലൈ 3 മുതൽ ആഴ്ചയിൽ 1 എന്ന നിലയിലായിരിക്കും. തുടർന്ന് ജൂലൈ 5 മുതൽ ഇത് ആഴ്ചയിൽ 3 സർവീസുകളായി വർദ്ധിപ്പിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇപ്പോൾ ഒമാനിലെ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സലാല ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സർവീസുകളുണ്ട്. മസ്കറ്റിനും കർണാടകയിലെ മംഗളൂരുവിനും ഇടയിലുള്ള വിമാന സർവീസുകളും ജൂലൈ 3 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പുനഃസ്ഥാപിക്കും. ന്യൂസ് ഡെസ്ക് NTV. UAEയിലെ സ്കൂളുകളിൽ വേനൽക്കാല അവധി ആരംഭിക്കാനിരിക്കെ യാത്ര പോകുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർക്ക് കടുത്ത സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അബുദാബി പോലീസ്. യാത്രാ പ്ലാനുകളോ എത്ര ദിവസം വീട്ടിൽ ആളുണ്ടാകില്ലെന്ന വിവരങ്ങളോ സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചു. അവധിക്കാലത്ത് വീടുകൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക മാർഗനിർദ്ദേശത്തിലാണ് യാത്രാ പ്ലാനുകളോ എത്ര ദിവസം വീട്ടിൽ ആളുണ്ടാകില്ലെന്ന വിവരങ്ങളോ സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. ഇത്തരം വിവരങ്ങൾ സാമൂഹിക വിരുദ്ധ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു.
അബുദാബി പോലീസ് നടത്തിവരുന്ന സേഫ് സമ്മർ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വീടിന്റെ എല്ലാ ജനലുകളും വാതിലുകളും കൃത്യമായി പൂട്ടിയിട്ടുണ്ടെന്ന് യാത്ര തിരക്കും മുൻപ് ഉറപ്പുവരുത്തണം. വീട്ടിൽ CCTV ക്യാമറകളും മറ്റ് സെക്യൂരിറ്റി അലാം സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാം. ആവശ്യമില്ലാത്ത ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്ലഗുകൾ ഊരിയിടണമെന്നും ഗ്യാസ്, വാട്ടർ കണക്ഷനുകൾ പൂർണ്ണമായും ഓഫാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും സുരക്ഷിതമായ ലോക്കറുകളിലേക്ക് മാറ്റണം. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവരും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വീടുകൾക്ക് സമീപം സംശയാസ്പദമായ സാഹചര്യങ്ങളോ നീക്കങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഔദ്യോഗിക ചാനലുകൾ വഴി ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും അബുദാബി പോലീസ് അഭ്യർത്ഥിച്ചു. NTV അബുദാബി. ദുബായിൽ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഷെയ്ഖ് സായിദ് റോഡിന് സമാന്തരമായി പുതിയ റോഡ് ഇടനാഴി നിർമ്മിക്കാൻ തീരുമാനമായി. പദ്ധതി യാഥാർത്ഥ്യമായാൽ തിരക്കേറിയ സമയങ്ങളിൽ ഷെയ്ഖ് സായിദ് റോഡിലെ യാത്രാസമയം 51% വരെ കുറയുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ മണിക്കൂറിൽ ഏകദേശം 9,000 വാഹനങ്ങൾക്ക് അധികമായി സഞ്ചരിക്കാൻ കഴിയും. ദുബായിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനുള്ള നിർണായക പദ്ധതിക്കാണ് കഴിഞ്ഞ ദിവസം UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയത്. ഫസ്റ്റ് അൽ ഖൈൽ സ്ട്രീറ്റ് ഡെവലപ്മെന്റ് പ്ലാൻ യാഥാർത്ഥ്യമായാൽ തിരക്കേറിയ സമയങ്ങളിൽ ഷെയ്ഖ് സായിദ് റോഡിലെ യാത്രാസമയം 51% വരെ കുറയും. 18 ബില്യൺ ദിർഹം ചെലവഴിക്കുന്ന വികസന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് പുതിയ ഇടനാഴി ഒരുങ്ങുന്നത്. 15 കിലോമീറ്റർ നീളമുള്ള എലവേറ്റഡ് റോഡ് മാതൃകയിലാകും പദ്ധതി. ഇരുവശത്തേക്കും 3 വീതം പാതകളുള്ള ഈ റോഡ് 26 ലക്ഷം ആളുകൾക്ക് പ്രയോജനപ്പെടും. കൂടാതെ അൽബർഷ, അൽഖൂസ്, ബിസിനസ് ബേ, മെയ്ദാൻ എന്നീ പ്രധാന മേഖലകളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2027 മൂന്നാം പാദത്തിൽ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2030 4 പാദത്തോടെ നിർമ്മാണം പൂർത്തിയാക്കും എന്ന് അധികൃതർ അറിയിച്ചു. NTV ദുബായ്. UAE ആദ്യത്തെ പാസഞ്ചർ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിലിൽ യാത്ര ചെയ്യാനൊരുങ്ങുന്നവർക്ക് ആശ്വാസമായ അബുദാബിയിലെ കണക്റ്റിംഗ് ഷട്ടിൽ ബസ് സർവീസുകൾ. അബുദാബിയും ഫുജൈറയും തമ്മിൽ ബന്ധിപ്പിച്ച ദിവസേന 6 സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ ഇത്തിഹാദ് റെയിൽ നടത്തുന്നത്. റെയിലിൽ യാത്ര ചെയ്യാനൊരുങ്ങുന്നവർക്ക് ആശ്വാസമായാണ് അബുദാബിയിലെ കണക്റ്റിംഗ് ഷട്ടിൽ ബസ് സർവീസുകളുടെ പ്രവർത്തനം. ഇതിനകം 10,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ പദ്ധതിക്കായി അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാർക്ക് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്താനാണ് 10 ദിർഹം നിരക്കിൽ ഷട്ടിൽ ബസ്സുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാർക്കിംഗ് ബുദ്ധിമുട്ടുകളും ട്രാഫിക് ബ്ലോക്കും ഒഴിവാക്കി റെയിൽ യാത്ര എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഈ ബസ്സുകൾ അബുദാബിയിലെ 3 പ്രധാന മേഖലകളിലേക്കാണ് സർവീസ് നടത്തുന്നത്. ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബസ് സർവീസും റിസർവ് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ബസ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല. ട്രെയിൻ എത്തുന്നതും പുറപ്പെടുന്നതുമായ സമയങ്ങളുമായി ഒത്തുപോകുന്ന രീതിയിൽ ദിവസത്തിൽ 3 തവണയാണ് ബസ് സർവീസ് നടത്തുക. സ്റ്റേഷനിലേക്കും തിരിച്ചും ഈ സൗകര്യമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. NTV അബുദാബി. UAEയിലെ ഏറ്റവും കഠിനമായ വേനൽക്കാലത്തിന് നാളെ തുടക്കമാകുന്നു. ജംറത്ത് അൽ ഖൈത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഉഷ്ണതരംഗം നാളെ മുതൽ ഓഗസ്റ്റ് 10 വരെ 40 ദിവസം നീണ്ടു നിൽക്കുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. വിവിധ ഇടങ്ങളിൽ താപനില 46 ഡിഗ്രി വരെ അനുഭവപ്പെടാം. ഇതുവരെയുള്ളതല്ല, ഇനി വരാനുള്ളതാണ് UAEയിലെ കഠിനമായ ചൂടുകാലം. നാളെ മുതൽ ഓഗസ്റ്റ് 10 വരെ 40 ദിവസം ജംറത്ത് അൽ ഖൈത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഉഷ്ണതരംഗം രാജ്യത്തുണ്ടാകും. ഇതിന്റെ ഭാഗമായി തീരപ്രദേശങ്ങളിൽ താപനില സാധാരണയായി 41 ഡിഗ്രി സെൽഷ്യസ് മുതൽ 43 ഡിഗ്രി വരെയും ഉൾനാടൻ മരുഭൂമികളിൽ 45 മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടും. എന്നാൽ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാവുമ്പോൾ ചില ഉൾനാടൻ പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രിക്കും മുകളിലെത്താറുണ്ട്. വെയിലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും ലോഹനിർമ്മിത വസ്തുക്കളും 70 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകാനും സാധ്യതയുണ്ട്. കഠിനമായ ചൂടും വരണ്ട കാലാവസ്ഥയും കൂടാതെ സമൂം എന്ന് വിളിക്കപ്പെടുന്ന ചൂടുള്ള വരണ്ട മരുക്കാറ്റും വീശിയടിക്കും. ഉഷ്ണതരംഗത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അറേബ്യൻ കടലിൽ നിന്നുള്ള ഈർപ്പം വർദ്ധിച്ച് ഹജർ പർവ്വത നിരകളിൽ മേഘങ്ങൾ രൂപപ്പെടാനും പ്രാദേശിക മഴയ്ക്കും സാധ്യതയുണ്ട്. വേനൽക്കാലത്തിന്റെ 3 ഘട്ടങ്ങളിൽ ഏറ്റവും തീവ്രമായതാണ് ജംറത്ത് അൽ ഖൈത്ത് എന്ന് വിളിക്കുന്ന കാലഘട്ടം. പുറത്തിറങ്ങുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് NTV.
കലാമണ്ഡലം ജിഷ സുമേഷിന്റെ ലാസ്യകലയുടെ 14ാം വാർഷികാഘോഷവുമായ ലാസ്യകലാ സന്ധ്യ അജ്മാൻ കൾച്ചറൽ സെന്ററിൽ നടന്നു. പരിപാടിയിൽ ജിഷ സുമേഷിന്റെ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റവും വിവിധ നൃത്ത പരിപാടികളും അരങ്ങേറി. ലാസ്യകലയുടെ 4ാമത് ഇൻഹൌസ് പ്രൊഡക്ഷനായ മഹാഭാരതം ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഷാർജ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏക ഇന്ത്യക്കാരനും മലയാളിയുമായ വർഗീസ് പാപ്പച്ചൻ നിർവഹിച്ചു. NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ അധ്യക്ഷത വഹിച്ചു. ജെന്നി ജോസഫ്, നാസ്ക പ്രസിഡന്റ് പ്രവീൺ കമലാക്ഷൻ എന്നിവർ ആശംസകളും കലാമണ്ഡലം ജിഷ സുമേഷിന്റെ മകൻ ശിവ നയൻ സ്വാഗതവും സുമേഷ് സുന്ദർ നന്ദിയും പറഞ്ഞു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മാതൃഭൂമി റിപ്പോർട്ടർ ED പ്രകാശിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ഇനി നോക്കാം ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. സ്വർണ്ണവില വിനിമയ നിരക്ക് പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. UAയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനം നിയമക്കുരുക്കിൽ പുതിയ കരാർ നൽകിയത് ചോദ്യം ചെയ്ത വിവിധ കമ്പനികൾ സുപ്രീം കോടതിയിൽ. എംബസിയിലും കോൺസുലേറ്റിലും അടിയന്തര സേവനങ്ങൾ മാത്രം. കുവൈത്തിലും ഓസ്ട്രേലിയയിലും സമാന പ്രതിസന്ധി. തിരിച്ചടികളിൽ നിന്ന് ശക്തമായി കരകയറി UAയുടെ എണ്ണ വിപണി. എണ്ണ കയറ്റുമതി 30% വർദ്ധിച്ച് പ്രതിദിനം 39 ലക്ഷം ബാരലിലധികം. 2017 ശേഷമുള്ള റെക്കോർഡ് നിലവാരത്തോടടുത്ത് കയറ്റുമതി. UAയിലെ ഏറ്റവും കഠിനമായ വേനൽക്കാലത്തിന് നാളെ തുടക്കം. ജംറത്ത് അൽ ഖൈത്ത് എന്ന ഉഷ്ണതരംഗം നാളെ മുതൽ ഓഗസ്റ്റ് 10 വരെ നീളും. താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഖത്തറിൽ മരവിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു വിട്ടുകൊടുക്കാൻ ധാരണ. കൈമാറുക $300 കോടി. ഹോർമൂസിന് പകരം ഒമാൻ നിർദ്ദേശിച്ച സമാന്തര പാതയിലൂടെയുള്ള കപ്പൽ സഞ്ചാരം പുരോഗമിക്കുന്നു. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.